24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് ഡോക്ടർ അമ്മോട് പറഞ്ഞ്. നിരീക്ഷണമല്ല, എല്ലാവരും അവിടെ കിടത്തും. എന്നിട്ട് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ രാവിലെ മാത്രമേ പെയ്യുന്നുള്ളൂ, പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ സമയത്തും ചെറുതായിട്ട് അങ്ങനെ പെയ്യുന്നുള്ളൂ, നല്ല ഇതായിട്ട് പെയ്യുന്നില്ല. പിന്നെന്താ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഞാൻ വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുൻപൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു 3-4 വീഡിയോ മുൻപ് ഇട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി. ബാക്കി ഞാൻ വ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിലൊരു 300 സംതിങ് വ്യൂസ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യം കംഫർട്ടബിൾ ആവട്ടെ. ഓക്കെ, ആദ്യം ഞാനിപ്പോൾ എവിടെ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സ്ട്രെച്ചറിൽ കിടത്തി. അവിടുന്ന് ഇവിടുന്നൊക്കെ നഴ്സുമാർ ചെയ്യുന്ന ചേച്ചിമാരൊക്കെ വന്നിട്ട് കിടത്തി. അതിലെനിക്കൊരു വിഷമമുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതുവെ വിഷമമുള്ള അവരൊക്കെ നമ്മുടെ അടുത്ത് റൂഡായിട്ട് പെരുമാറുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. എനിക്കങ്ങനെ ഒരു വട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് എനിമ തരുന്ന ചേച്ചിട്ടാ, വയറിളക്കുന്ന ചേച്ചി. അത് നമുക്കൊരു ലിക്വിഡ് നമ്മുടെ എന്താ പറയുക, ലിക്വിഡ് കയറ്റും. അപ്പോൾ നമ്മൾ ഫുള്ള് വയറിളക്കി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എൻ്റെ 2 കൈയിലും മറ്റേ സംഭവം ഇങ്ങനെ ഇട്ടേക്കാട്ടോ. അതിൻ്റെ പാട് ഇപ്പോഴും ഉണ്ട്. 5 ദിവസം നമുക്ക് 5 ദിവസം 6 ദിവസം 6 ദിവസം നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ 2 കയ്യിലും ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് 2 നേരം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സിറിഞ്ച് ഉണ്ടല്ല, നല്ല വലിപ്പമുള്ള സിറിഞ്ചാണ്. അതിൽ ഫുള്ള് മരുന്ന് കയറ്റിയിട്ട് 2 നേരം. ഞാൻ ലാസ്റ്റ് ടൈമായപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുഴപ്പമില്ല വിചാരിച്ചു. ലാസ്റ്റ് ഒരു 3-4 ദിവസമൊക്കെ എത്തിയപ്പോഴേക്കും ശരിക്കും എൻ്റെ സൂചി ഇങ്ങനെ കയറിയിട്ട് പിന്നെ പുറത്തേക്ക് വന്നിട്ട് മരുന്നൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. അതുപോലെ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓരോരുത്തേക്ക് എൻ്റെ കണ്ണിന്ന് അകലെയൊന്നും ആ വാർഡിൽ അവിടുത്തെ പ്രസവിച്ച ലേഡീസിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ദേവൂട്ടുണ്ട്, എൻ്റെ അമ്മോൻ്റെ മോനും എനിക്ക് അന്ന് അവന് കുറച്ച് പനിയായിട്ട് ആശുപത്രിയിലായിരുന്നു കിടന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ മരുന്ന് വെച്ച സമയത്ത് അന്ന് അവൻ കിടന്ന് ഇങ്ങനെ കരയായിരുന്നു. അവിടുന്ന് നഴ്സുമാരുടെ റൂമിൽ തുറന്ന് വരുന്നത് അവന് എപ്പോഴും ഇങ്ങനെ നോക്കും. അത് അന്ന് ഞാൻ നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ നമുക്ക് ആ ഒരു വേദനയും വിഷമമൊക്കെ മനസ്സിലാവുള്ളൂ. ആ കുട്ടി അവൻ ദേവൂട്ടിന് ഇപ്പോൾ എത്രയാണ് അവൻ മനസ്സിലാവും, 6ലേക്ക് 5ലേക്കാണ് തോന്നുന്നു. അന്ന് ആ കുട്ടി അന്ന് അനുഭവിച്ച അതിനേക്കാളും പേടിയായിരുന്നു എനിക്ക്. നല്ല വേദനയാണ് എനിക്ക്. 3-4 ദിവസം അതിങ്ങനെ കിടന്ന് ഇഞ്ചക്ഷൻ. നമുക്ക് ട്രിപ്പ് ഇടുമ്പോൾ കുഴപ്പമില്ല, ട്രിപ്പ് ഇടുമ്പോഴും നമ്മുടെ ഞരമ്പിലേക്ക് ഇങ്ങനെ കയറില്ലേ, അതെനിക്ക് ഉറക്കാൻ പറ്റില്ല. അതൊരു ഭയങ്കര ഒരു പേടി സ്വപ്നമാണ്. അങ്ങനെ പിന്നെന്താ നമ്മളെന്താ പറഞ്ഞത്, എനിമ ചെയ്യേണ്ട ചേച്ചിട്ട് അവൻ്റെ 2 കയ്യിൽ ഈ സംഭവം വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കപ്പോൾ കുത്തി ബെഡിൽ കിടക്കണം, ചെരിഞ്ഞ് കിടക്കണം. അപ്പോൾ നമുക്കങ്ങനെ കുത്തിയിട്ട് കിടക്കാൻ പറ്റൂല വെച്ചാൽ എനിക്കങ്ങനെ പറ്റില്ല കേട്ടോ. കാരണം ഇതിലിങ്ങനെ സൂചി കയറിക്കുമ്പോൾ എങ്ങനെയൊക്കെ കുത്തിയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് കിടക്കാൻ കിടുക, എല്ലാവരും ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമമായിട്ടാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഷർട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഷർട്ടും മുണ്ടുമാണ്. അപ്പോൾ അതൊക്കെ ഇടിച്ചു കഴിഞ്ഞ് മുണ്ടി 2 സൈഡിലും മെടഞ്ഞ് കെട്ടണം. അപ്പോൾ തൊട്ടാ ചേച്ചീൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെയായിട്ട് പെരുമാറിയത്. എനിക്ക് മുണ്ടുടിപ്പിച്ച് തന്നു, അതുപോലെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് തന്നു. പിന്നെ 2 സൈഡിലും 2 സൈഡിലും കേട്ടോ, സോറി, ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ മെടഞ്ഞിടും. അങ്ങനെ മെടഞ്ഞിട്ട് തന്നു. അപ്പോഴൊക്കെ ആ ചേച്ചി നല്ല സ്നേഹത്തോടെ ഭയങ്കര എനിക്ക് അപ്പോൾ ആ വിഷമം അപ്പയ്ക്ക് മാറിയിട്ടാണ്. കാര്യം ആ സമയത്ത് നമ്മളങ്ങനെ ഭയങ്കര എല്ലാവരും സിസേറിയൻ ഇപ്പം നമുക്ക് ഉണ്ണീനെ കാണാമെന്നൊക്കെ ഉള്ളൊരു ത്രില്ലിലും അതുപോലെ ഒരു പേടിയിലും ആകെ ഒരു ഇമോഷൻസ് ഭയങ്കര എന്താ പറയുക, ഞാൻ വേറൊരു ജസ്റ്റ് ബോഡി മാത്രം എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അവർ പറയണം നമ്മൾ കേൾക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബോഡി മാത്രമായി, അത് ഒരു ശരീരം മാത്രമായി. അങ്ങനെ സ്ട്രെച്ചറിൽ കിടത്തി. അപ്പോൾ പിന്നെ നമുക്ക് ട്യൂബിടും, യൂറിൻ പോകാനായിട്ട് ട്യൂബിടും. പിന്നെ നമുക്ക് എണീക്കാനോ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ട്യൂബിടുമ്പോഴൊക്കെ ഭയങ്കര പെയിനാവും കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ പെയിനല്ല, നമുക്കൊരു ഡിസ്കംഫേർട്ട് എന്ന് പറഞ്ഞ വേർഡുണ്ടോ, അൺകംഫർട്ടബിൾ സംഭവം. നമുക്കത് വേദനയുണ്ട്, അങ്ങനത്തെ വേദനയുണ്ട്. പക്ഷെ നമുക്കതിനോട് ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു പൊട്ട ഒരു അനുഭവം. ഓക്കെ, ട്യൂബ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ട്യൂബ് ഇടുന്നതാണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ട്യൂബ് ഇടാനാണെന്ന്
പറയണില്ല, ഇവരുടേതായ ഒരു ഭാഷ, അതായത് മെഡിക്കൽ ഒരു ഇതിൽ എന്താ സംഭവം എന്തൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു സിസ്റ്ററിനെ നേഴ്സിനെ വിളിച്ച്, മെയിനായിട്ടുള്ള നേഴ്സും വന്നു. അങ്ങനെ ട്യൂബ് ഇട്ടു. അപ്പോഴൊക്കെ ഞാൻ കൃഷ്ണനായിരുന്നു വിളിക്കുക, കൃഷ്ണ എന്നായിരുന്നു ഞാൻ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തൊക്കെയാ എന്താ നമ്മൾ അങ്ങനെ ഒരു ഇതായിരുന്നു, അത് നമുക്ക് ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇപ്പം അതൊക്കെ എൻ്റെ മറവിയിലേക്ക് വന്നു പോവാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് സിസേറിയൻ കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻ്റ് ആവണേന്ന്. മറവി എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിയ കാരണമാണ് ഇത്രയും വേദനകളൊക്കെ സഹിച്ച് ലേഡീസ് പ്രസവിക്കുന്നത്. ഓക്കെ എന്താ അപ്പോൾ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് സ്ട്രെച്ചറിൽ കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ പോണ സമയത്ത് അമ്മേനെയും ചേച്ചീനെയും ഹസ്ബൻഡിനെയും ഒക്കെ കണ്ടു കേട്ടോ. അവരൊക്കെ കാണുമ്പോൾ ഒരു അങ്ങനെയൊക്കെ കാണിക്കുക. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ഹാപ്പിയാണല്ലോ. അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയണം, അമ്മ ഭയങ്കര കടച്ചിലായിരുന്നു, അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെ. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ വിഷമം കാണിക്കാൻ പറ്റില്ലല്ലോ, ഒന്നും കൂടി ഞാൻ ഡൗൺ ആവില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ട് എല്ലാവരും ചിരിച്ച് ഞാൻ വിചാരിച്ച് ഇവരെന്ത് ഇങ്ങനെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഡോക്ടറെ, എൻ്റെ ഡോക്ടർ, അപ്പോൾ എനിക്ക് എൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഭയങ്കര സമാധാനമായിട്ടാണ്. അതെന്തോ നമ്മുടെ അടുത്തൊരാളുടെ പോലെയാണ് കേട്ടോ ആ ഡോക്ടർ. അടുത്തൊരു എന്താ പറയുക, നമ്മുടെ ഒരു കസിൻ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഒരു എനിക്ക് ഇങ്ങനെ കുറേ ഡോക്ടർമാരുണ്ടാവും കേട്ടോ. അപ്പോൾ ആ നമ്മുടെ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സമാധാനം. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഡോക്ടറല്ലേ, നമുക്ക് എന്താ പറയുക, നമ്മൾ ഫുള്ള് വിശ്വാസം ഡോക്ടർക്കാണ്, അങ്ങനെയല്ലേ പറയുക, എന്താ പറയുക, അങ്ങനെ ഒരു ആളാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. സന്തോഷമല്ല, ഇനി ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ചെന്ന് അങ്ങനെ എന്നെ കിടത്തി. അവർ എന്നെ വേറെ ബെഡിലേക്ക് എടുത്ത് കിടത്തിയത് ഒക്കെ മറ്റേ ആ തുണി ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, പച്ച കളർ ഈ ഹോസ്പിറ്റലിലെ, അതിലങ്ങനെ എടുത്ത് കിടത്തി കഴിഞ്ഞിട്ട് കാരണം എനിക്ക് ഞാനും അപ്പം എനിക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാനും ചെരിഞ്ഞ് കിടന്ന് തോന്നണം കേട്ടോ. തോന്നണം കൊണ്ടുപോകണം, സ്ട്രെച്ചറിലല്ലോ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ ബാക്കിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിരലുകളിൽ എന്തൊക്കെയോ അങ്ങനെ 2 കുത്തി ഇങ്ങനെ എന്നെ കിടത്തി, 2 വിരലുകളിലും സംഭവം ക്ലിപ്പ് എന്തോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചെരിഞ്ഞ് കിടക്കാൻ കുത്തുന്നതിന് മുൻപാട്ടാ ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ചെരിഞ്ഞ് കടന്നു കഴിഞ്ഞിട്ട് നല്ലോണം നമ്മൾ തണുപ്പ് വരുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കില്ലേ, ചുരുണ്ട് പോയി, അതുപോലെ എൻ്റെ അടുത്ത് കിടക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ നട്ടലിൽ ഇങ്ങനെ തൊട്ട് നോക്കാൻ തുടങ്ങി. എവിടെയാ തന്നെ ഇങ്ങനെ തൊട്ട് നോക്കാനല്ല, തൊട്ട് നോക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ എന്തോ ഒരു മരുന്നാന്ന് തോന്നുന്നുണ്ട്, ഒരു ലിക്വിഡ് പരട്ടി, ഒരു ജെല്ല് പോലത്തെ തോന്നുന്നുണ്ട്, പരട്ടിയപ്പോൾ ഫുൾ അവിടെ തണുപ്പായി, സ്കിന്നൊക്കെ ഭയങ്കര ഒരു തണുപ്പ് പോലെ ആ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി സംഭവം കുത്താൻ പോകാമെന്ന്. ഇതൊക്കെ ഞാൻ കേൾവിയുള്ളൂ, കാരണം അടുത്ത ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരാളുടെ അടുത്ത് ഞാൻ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ ഫാമിലിയിൽ അടുത്ത ബന്ധുക്കളൊന്നും സിസേറിയൻ ഇല്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ അറിഞ്ഞേനെ. അപ്പോൾ സംഭവം ഇഞ്ചക്ഷനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. അപ്പോൾ ഞാൻ സർവ്വദൈവങ്ങളെ വിളിച്ചു, ഭയങ്കര പെയിനാണെന്നത് കേട്ടുള്ളത്, ദൈവങ്ങളൊക്കെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടന്നപ്പോൾ വിചാരിച്ചത്ര പെയിൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. അത് നമ്മൾ ആ സിറിഞ്ച് സംഭവം സൂചി നട്ടലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം മരവിക്കും ഇങ്ങനെ ഫുള്ള് അറിയാത്ത ഒരു ഇതാവും. അപ്പോൾ എനിക്കധികം പെയിൻ തോന്നിയില്ല, കാരണം അത് കയറിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് എൻ്റെ താഴേക്ക് ഉള്ളത് മരവിച്ച് തരിച്ച് കിടക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കെട്ടുന്നൊക്കെ തോന്നും. പിന്നെ എൻ്റെ കണ്ണിലിങ്ങനെ അങ്ങനെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു തന്നെ വേഗം തന്നെ നിരത്തി കിടത്തി. പക്ഷേ എനിക്ക് ഇതിന് ശരീരത്തിന് താഴേക്ക് അറിയുന്നില്ല. അപ്പോൾ അവരെന്നെ ഇങ്ങനെ കിടത്തുമ്പോൾ എൻ്റെ പേടി, ഞാനിപ്പോൾ വീഴുന്ന ആ ബെഡിൽ നിന്ന് ഞാനിപ്പോൾ വീഴുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അയ്യോ ഞാനിപ്പോൾ പേടിക്കണ്ട, ഞങ്ങൾക്കില്ല ഇവിടെ വീഴൊന്നുമില്ല, ഞങ്ങൾ ചിരിച്ച് കിടത്തണമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ മാക്സിമം കൂളാക്കും. കാരണം BP കാണാൻ പാടില്ല, BP കൂടിയ സീനാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞ് കരഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പോയതാണ്. ഇങ്ങനെയായി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, BP കൂടാൻ പാടില്ല, BP കൂടിയ സീനാണ്. അപ്പോൾ മാക്സിമം നമ്മളത് കൂളാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിരിച്ചെടുത്ത് എനിക്ക് പെയിനൊന്നും അധികം തോന്നിയില്ല. ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കാരണം സൂചി ഞാൻ കണ്ടില്ല കേട്ടോ, ഭാഗ്യത്തിന് കണ്ടില്ല. കണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ തലകറങ്ങി വീണാണ്, തലകറങ്ങല്ല, എൻ്റെ കിളി ഫുള്ള് പോയേനെ.
ഓക്കെ. അപ്പോൾ ചിരിച്ച് കിടത്തി, അത് കഴിഞ്ഞ് തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കിടത്തിയിട്ടാണ്. എന്നിട്ട് എനിക്ക് കണ്ണിൽ വെക്കാനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഉറങ്ങുമ്പോൾ വെക്കില്ലേ, അതുപോലെ ഒരു സംഭവം തന്നു. അത് ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ വീതി. പക്ഷേ എനിക്ക് അതിൻ്റെ അടിയിൽ കൂടെ മുകളിൽ കൂടെ ഒക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ഡോക്ടറുടെ ഫേസിലേക്ക് എന്നെ നോക്കാറുണ്ട്. ഡോക്ടർ പൊട്ട്, കണ്ണെഴുതിയത് ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കി കിടക്കാറുണ്ട്. എന്നിട്ട് അങ്ങനെ അവർ തുടങ്ങി സംഭവം, സർജറി ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, അല്ലെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, കാരണം അവർ പറയാൻ ശ്രദ്ധിച്ചാൽ എൻ്റെ ഫുള്ള് മൈൻഡ് വേറെ. അപ്പോൾ ഞാനതൊന്നും ആലോചിക്കാണ്ട് ഇങ്ങനെ കിടക്കുക. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു സംഭവം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അതെനിക്ക് പെട്ടെന്ന് സമയം പോയതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. എന്നിട്ട് അപ്പോൾ നമ്മൾ സിസേറിയൻ അൺഎക്സ്പെക്റ്റഡായിട്ട് എമർജൻസി ആയിട്ട് സിസേറിയൻ ആയത് കുട്ടിക്ക് പൊക്കിളിൽ കൂടി ചുറ്റി, അതുപോലെ ഹാർട്ട് ബീറ്റ് കൂടിയ കാരണമാണല്ലോ. അപ്പോൾ എൻ്റെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്, കൂടെ ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെ കുട്ടീനെ എടുക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ എടുക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറയുകയാണ്, ഇനി ചുറ്റാത്ത ഒരു സ്ഥലം കൂടി ബാക്കിയില്ല എന്ന്. അത് കേട്ടപ്പോൾ ദൈവമേ എനിക്ക് ഈശ്വരൻ എന്തെങ്കിലും കുട്ടിക്ക് പറ്റിയിട്ടുണ്ടാവോ എന്നാണ് എൻ്റെ ടെൻഷൻ. അത് കഴിഞ്ഞ് അവരിങ്ങനെ കുട്ടീനെ എടുത്തു. അപ്പോൾ ഞാൻ വെള്ള കുട്ടി, ഞാൻ കറുത്തത്. അപ്പോൾ ഞാൻ എനിക്ക് വെളുത്ത കുട്ടിയാണല്ലോ. അപ്പം ഞാൻ കുട്ടീനെ അടുത്ത് പൊക്കിയിട്ട് പറഞ്ഞാൽ എന്താ നല്ല ഭംഗിയുണ്ടല്ലോ, തന്നെ പോലെ തന്നെയാണല്ലോ, തൻ്റെ മുഖമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഇതൊന്നും മൈൻഡിൽ കയറില്ല. എന്നിട്ട് അപ്പോൾ തന്നെ കുട്ടീനെ എടുത്തപ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് ഒരു വലിയ ക്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയാം, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് കയറുമ്പോൾ കുറച്ച് നേരം എന്നെ അവിടെ കിടത്തിയപ്പോൾ ദൈവമേ എനിക്ക് പറയുമ്പോൾ രോമാഞ്ച. ആ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 3 മതത്തിലുള്ള ദൈവങ്ങളുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ദൈവങ്ങളെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. എനിക്കങ്ങനെ ഈ കുട്ടിക്ക് കുഴപ്പമൊന്നും വരില്ല, എനിക്ക് കുഴപ്പമൊന്നും വരില്ല, ദൈവമേ ഭംഗിയായിട്ട് തീരണം, ഞാൻ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ലേ എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഓക്കെ. കുട്ടി അപ്പോൾ ഇവിടുന്ന് ഒരു നഴ്സാണോ ആരാണോ എന്നറിയില്ല, ഡോക്ടറെന്ന് അറിയില്ല, കറക്റ്റ് കുട്ടി ഇങ്ങനെ പുറത്തെടുത്തപ്പോൾ ടൈം തന്നെ ഇങ്ങനെ വിളിച്ച് പറയണ്ടായിരുന്നു സമയം, കുട്ടി ജനിച്ച സമയം. ഓക്കെ. അപ്പോൾ കുട്ടീനെ അപ്പം തന്നെ മാറ്റി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, കുട്ടി കരഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ ആ സമയത്ത് എൻ്റെ മൈൻഡ് മീൻസ് ഞാൻ ശ്രദ്ധിക്കാത്തതാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല. കുട്ടി കരഞ്ഞത് ഞാൻ കേട്ടില്ല. കരച്ചിലൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സിനിമയിലും കാര്യങ്ങളിലൊക്കെ കാണാമല്ലോ, കുട്ടി ഇങ്ങനെ കരയും മുഖത്ത് കൊണ്ടുവന്ന് വെക്കുമെന്നൊക്കെയല്ല നമ്മൾ വിചാരിക്കുന്നത്. അതൊന്നും ഉണ്ടായില്ല. കുട്ടി കരഞ്ഞത് ഞാൻ കേട്ടില്ല. അങ്ങനെ കുട്ടീനെ എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് കുട്ടീനെ കാണിച്ചിട്ട് കൊണ്ടുപോയി, അവർ ക്ലീൻ ചെയ്യാനായിരിക്കും കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ പകുതി കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കൂടിയിട്ടാണല്ലോ പെട്ടെന്ന് സിസേറിയനെ കൈയോടെ കൊണ്ടുപോയത്. അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ ഫുള്ള്. അത് കഴിഞ്ഞിട്ട് എന്നെ സംഭവങ്ങളൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ വന്ന് തട്ടിയിട്ടൊക്കെ പോയി. എനിക്കപ്പോൾ ഭയങ്കര കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണല്ലോ ഒന്നും. എന്നിട്ട് നേരെ എന്നെ പുറത്തേക്ക് ഇറക്കി. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, സത്യമാണ്. നല്ലോണം വിറക്കി കടക്കടക്കടക്കടാന്ന് പറഞ്ഞ് വിറയ്ക്കും, പല്ല് കൂട്ടി പിടിക്കും, നല്ലോണം ശരീരം ഷിവർ ചെയ്യും. അത് ACD ആണോന്ന് അറിയില്ല, അതിൻ്റെ മരുന്നിൻ്റെ ആണോന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് കുറേ നേരം എന്നെ കിടന്നിങ്ങനെ വരച്ചു. അപ്പോൾ അവർ നല്ല നമ്മൾ പുതപ്പൊക്കെ കൊണ്ടുപോയില്ലോ, പുതപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അമ്മയുടെ നിന്ന് വാങ്ങിച്ചിട്ട് അതൊക്കെ നമ്മൾ നല്ലോണം കവർ ചെയ്തായിരുന്നു. അങ്ങനെ അയ്യോ ഒന്നും ഓർക്കാൻ വയ്യ എനിക്ക്. അങ്ങനെ പുറത്തേക്ക് ഇറക്കി, പുതപ്പിച്ചിട്ട് തന്നെ പുറത്തേക്ക് ഇറക്കി. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പുറത്തിറക്കിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പുറത്ത് മീൻസ് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറക്കി. നമ്മുടെ ആൾക്കാരുടെ അടുത്ത് കാണിക്കാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇരുട്ട്, ഒരു എന്താ പറയുക, വെളിച്ചം കിടക്കാത്തൊരു സ്ഥലം. ഒരു കുറച്ച് നേരം എന്നെ അവിടെ കിടത്തി, ഒരു 10 മിനിറ്റോളം കിടത്തി. അപ്പോഴൊക്കെ കുറച്ച് മുന്നേ എന്നെ അവിടുന്ന് ഇറക്കാറുന്നു. അതായത് ആ മുറി ഓപ്പറേഷൻ തിയേറ്റർ അല്ല, ഇപ്പം കിടത്തിയ സ്ഥലമില്ലേ, അവിടുന്ന് എന്നെ വാർഡിലേക്ക് മാറ്റായിരുന്നു. പക്ഷേ എന്നെ കുറച്ച് നേരം കൂടി കിടത്തി. കാരണം എൻ്റെ തരിപ്പ് എനിക്ക് മനസ്സിലായി തുടങ്ങി, എൻ്റെ നട്ടിൽ നിന്നൊക്കെ വേദന എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്തുള്ള നഴ്സുമാരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേദന അറിഞ്ഞു തുടങ്ങി, എനിക്ക് നട്ടലിൻ്റെ വേദന അറിഞ്ഞു തുടങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എന്നെ അവിടുന്ന് പിന്നെയും ലിഫ്റ്റിലൊക്കെ കയറ്റിയിട്ടാണ് വാർഡിലേക്ക് എത്തിക്കണ്ടേ. ലിഫ്റ്റിൻ്റെ അവിടെ കടകടകടകടാന്ന് പറഞ്ഞിങ്ങനെ ഒരു സ്ലോപ്പാണ്, അതിലിങ്ങനെ സ്ട്രക്ചർ കിടന്ന് കുലുങ്ങുമ്പോൾ എനിക്ക് വേദന ഫുൾ അറിഞ്ഞു തുടങ്ങിയിട്ട്. എൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ എനിക്ക് നല്ലോണം അറിഞ്ഞു തുടങ്ങി. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആൾക്കാരെ കാണാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ആൾക്കാരെ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ എല്ലാവരെയും കണ്ടു. ആ സമയം വരെ എനിക്കൊരു ഹോപ്പായിരുന്നു, എല്ലാവരെയും കാണാനൊരു പ്രതീക്ഷയായിരുന്നു. വേദനയൊക്കെ ഞാൻ കുറച്ച് മറന്നുപോയായിരുന്നു, എനിക്ക് എൻ്റെ ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ എന്ന്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക്
അവരെ കണ്ട് ആ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ആയപ്പോൾ, സാറ്റിസ്ഫൈഡ് ആയപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ ശരീരത്തിലെ വേദന മനസ്സിലായി തുടങ്ങി. ഭയങ്കര ആ സമയം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ എങ്ങനെ അടിക്കാൻ പറ്റുന്നുണ്ടായില്ല, ബുദ്ധിമുട്ട് വരും. പിന്നെ എനിക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ എനിക്കിങ്ങനെ എങ്ങനെ അടിക്കാൻ പറ്റില്ല, സ്റ്റിച്ച് സീനാണ്. അപ്പോൾ എനിക്കറിയാം ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ വലിക്കുമ്പോൾ വേദന ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ള ചേച്ചിമാർ, അതായത് ആശുപത്രിയിൽ തന്നെ ജോലിക്കാരിട്ടാ, അവരെന്താ വിളിക്കണ്ടേ, അവരിങ്ങനെ അവർ പറയുന്നുണ്ട് കുട്ടീനെ അധികം നേരം അവരെ കിടത്തിയിട്ടാണ്, അവർക്ക് ഇത്തിരി കൂടി നേരത്തെ നമുക്ക് തന്നാലല്ലേ നമുക്ക് വാർഡിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ ലിഫ്റ്റിലൊക്കെ കയറണ്ടല്ലേ, അവിടെ കുറച്ച് നേരം കിടത്തി, അതാണ് വേദന പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്നും കൂടി സങ്കടം വന്നു. കാരണം അവരിങ്ങനെ പറഞ്ഞപ്പോഴേ അവർ ശ്രദ്ധിച്ചാർന്നെങ്കിൽ ആ വേദന വരില്ലായിരുന്നു. അപ്പോഴത്തേക്കിനെ വാർഡിലാക്കി പെയിൻ കില്ലറൊക്കെ തരുവാറുണ്ടെന്ന് എനിക്ക് അപ്പോൾ കൂടുതൽ വിഷമം വന്നു. എന്നിട്ട് തന്നെ അപ്പോഴൊക്കെ ഞാൻ നല്ല കരച്ചിലായിട്ട് എനിക്ക് നല്ല വേദന എടുത്തു. സത്യം പറയാലോ, എനിക്ക് നല്ല വേദന എടുത്തു. അപ്പോഴത്തേക്കും ചേച്ചി അടുത്തേക്ക് വന്നു. അമ്മ അടുത്തേക്ക് വന്നില്ല കേട്ടോ, അമ്മ അതിൽ നിന്ന് കണ്ടുള്ളൂ. ചേച്ചി അടുത്തേക്ക് വന്നു, അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്കൊരു ഉമ്മ തന്നു. കാരണം എല്ലാവരും ചേച്ചി കരഞ്ഞില്ല കേട്ടോ, പക്ഷെ ഹസ്ബൻഡ് കണ്ണൊക്കെ ചുവന്ന് നല്ല ഇപ്പം കരി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ വാർഡിലേക്ക് മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി കഴിഞ്ഞ് വേറെ ഒരാളെ ഇതുപോലെ കയറ്റിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഓപ്പറേഷനായിട്ട്. അപ്പോൾ എന്നെ കയറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രക്ചറിൽ കറക്റ്റ് വെള്ളം കൊണ്ട് പൊതിഞ്ഞെന്ന് പറയാ, പൊതിഞ്ഞിട്ട് ഒരാളിങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, നെഞ്ചൊന്ന് പെട്ടെന്നൊന്ന് ഇതായിപ്പോയിന്ന്. അതെന്താണെന്നറിയോ, ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ ഒരു പുതപ്പ് ഉണ്ടായില്ല, വെള്ളം മുണ്ടാണ് ഉണ്ടായിരുന്നത്. ആ വെള്ളം കൊണ്ട് വെച്ച് പുതപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ ആളെയാണ് കൊണ്ടുവന്നത്. പക്ഷെ പെട്ടെന്ന് കയറ്റി കഴിഞ്ഞ് വെള്ളം കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ആൾക്കാർ ഷോക്കായി പേടിച്ചു പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ വേദനയൊക്കെ അറിഞ്ഞ് ഞാൻ അപ്പോഴും കരച്ച് എനിക്ക് പറ്റണില്ല, എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ എന്നിട്ട് തന്നെ വാർഡിലേക്ക് മാറ്റി. അതായത് വാർഡ് എന്ന് പറയുന്നത് 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ഡോക്ടർ അമ്മോട് പറഞ്ഞ് നിരീക്ഷണമല്ല, എല്ലാവരും അവിടെ കിടത്തും. എന്നിട്ട് വാർഡിലിട്ടാ അവിടെ കിടത്തി. അത് ആ ബെഡിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതിങ്ങനെ തന്നെ ഇങ്ങനെ പൊക്കാനൊക്കെ പറ്റുന്ന ബെഡാണ്, സാധാരണ ബെഡല്ല. അപ്പുറത്തിപ്പുറത്തൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അമ്മയും അതുപോലെ ചേച്ചി, എൻ്റെ വല്യമ്മയുടെ മോള്, അവരൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ കുറേ ചേട്ടന്മാരൊക്കെ പിടിച്ചിട്ടാണ് പുറത്ത് ആ ബെഡ്ഷീറ്റിൽ നിന്ന് കൈയോടെ എന്നെ ഇപ്പുറത്തെ നമ്മൾ കിടക്കുന്ന ബെഡിലേക്ക് ആക്കിയത്. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ ഫസ്റ്റ് ഞാൻ വന്നിട്ട് ചോദിച്ചത് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പറ്റില്ലാന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ കൊതി വന്നത് വെള്ളം കുടിക്കാനാണ്. വെള്ളം കുടിക്കാനായിട്ട് കൊതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മയും കൂടി അപ്പുറത്ത് എന്നാൽ ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരട്ടെ, എന്നാൽ ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ. അവരൊക്കെ സുഖമായിട്ട് വെള്ളം കുടിക്കും. എനിക്ക് പക്ഷേ ഗ്ലൂക്കോസ് കണ്ടാലും നമുക്ക് എനർജി ലോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല എനർജിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയായിരുന്നു. ഓക്കെ, അങ്ങനെ രണ്ടാളാട്ടോ നിൽക്കാൻ അന്ന് ആദ്യത്തെ ദിവസം തന്നെയാണ്. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പെയിൻ നല്ലോണം വരിക ഓരോ മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോൾ. അപ്പോൾ സിസ്റ്റർ അടുത്ത മരുന്ന് ഇടാറായ എനിക്ക് വേദന. അമ്മയുടെ അടുത്തൊക്കെ ഞാൻ അറിയുക, എന്നിട്ട് അമ്മ പോയിട്ട് സിസ്റ്റർ അടുത്ത് പറയുക. അങ്ങനെയൊക്കെ കുറേ സംഭവം കുറേ നേരം നമ്മൾ 24 മണിക്കൂർ അങ്ങനെ ഞാൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടീനെ എനിക്ക് കാണുന്നത് ഭയങ്കര കൊതിയാട്ടോ. പക്ഷെ അമ്മയുടെ കയ്യിലാണ്, ഏട്ടൻ്റെ അമ്മയുടെ കയ്യിലാണ് കുട്ടി. അപ്പോൾ കാണാനായിട്ട് എനിക്ക് കൊതിയായിട്ട് എനിക്ക് പറയാനും പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഈ അമ്മേനെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെളുത്ത് കുട്ടിയെ ഞാൻ വെളുത്തിട്ട്. അപ്പോൾ ഞാൻ ബോഡി അങ്ങനെ കളർ പറയാനല്ല കേട്ടോ ഞാൻ, പക്ഷേ ഇമാജിനേഷനിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ അതേ കളറുള്ളൊരു കുട്ടീനെയാണ് ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ട് കാരണം ഞാൻ മനസ്സിലേക്ക് കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇതൊന്നും വെളുത്ത കുട്ടി. ഓക്കെ, ചിലപ്പോൾ അച്ഛമ്മയുടെ കളറായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ പറയണല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ സ്വപ്നം കണ്ടത് എൻ്റെ അതേ കളറുള്ള എൻ്റെ പോലെ എൻ്റെ ഒരു കുട്ടീനാണ്. പക്ഷേ വേറെ ഇതായിരുന്നു, ഞാൻ അങ്ങനെ ആലോചിക്കാത്ത ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെള്ളം ഇത്തിരി അടപ്പിൽ ഇത്തിരി കൊടുത്തോളം പറഞ്ഞു. അങ്ങനെ കഴിച്ചു. പിന്നെ ചെറുതായിട്ട് ബണ്ണ് ചായയിൽ മുക്കി കഴിച്ചു. അങ്ങനെ 24 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഡോക്ടർ വരുമ്പോഴത്തേക്കും മേലൊക്കെ തുടച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്
ടോയ്ലറ്റിലേക്ക് പോവുക അല്ല, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് സംഭവമുണ്ട്. എല്ലാം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് അതുവരെ നമുക്ക് യൂറിൻ ബാഗുണ്ട്, യൂറിന് പോടുമെന്ന് മുണ്ടെന്ന് അറിയണ്ട, തന്നെ യൂറിൻ പൊക്കോളും, തന്നെ ബാഗിലേക്ക് പൊക്കോളും, മൂത്രമൊഴിക്കണതൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു സിസ്റ്റർ വന്നിട്ട് അപ്പുറത്ത് വണ്ടി വരുന്നുണ്ടേ, ഞാൻ ഈ ജനലക്കിൽ ഇരുന്നിട്ടാണ് പറയുന്നത്. അപ്പം റോഡ് ഇങ്ങനെ വഴിക്കൂടെ പോകുന്നവരൊക്കെ കാണും. ഓക്കെ, സിസ്റ്റർ വന്നിട്ട് പറയണ യൂറിൻ അല്ല നമ്മൾ ട്യൂബ് അഴിക്കാൻ പോവാണ്. അപ്പുറത്ത് നിന്ന് ട്യൂബ് അഴിച്ച് ഓരോ ബെഡിൽ നിന്ന് ട്യൂബ് അഴിച്ച് വരുമ്പോൾ അപ്പം ഇനി തൊട്ട് ഇനി ടോയ്ലറ്റിൽ പോകണ്ടേ, അങ്ങനെ ഒരു ഇതാ, ഇനി തന്നെ നടന്നു പോകണമെങ്കിൽ മൂത്രമൊഴിക്കാൻ പറ്റുമ്പോൾ തന്നെ നടന്നു പോകണം. ഒക്കെ ഒരു വെപ്രാറായിപ്പോയി. നമുക്ക് തന്നെ കഴിച്ചു. അപ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വണ്ടി കഴിയുമ്പോഴത്തേക്ക് തന്നെ എണീറ്റ് നടക്കണം, അത് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനാണ്. പക്ഷെ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, രക്തോട്ടത്തിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു ദേഷ്യമുണ്ടല്ലോ, ദേഷ്യമല്ല, ഒരു സിസ്റ്റർമാർ നമ്മൾ നല്ലോണം ചീത്ത പറയില്ല. എണീറ്റില്ലേ, എത്ര നേരമായി, ഇതേ 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, എണീക്ക് ഇതൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വിളിച്ചിരിക്കും, ഉള്ളിലുണ്ടല്ലോ. അങ്ങനെ എന്നിട്ട് നമ്മൾ എണീറ്റു, അമ്മേനെ താങ്ങി പിടിച്ച് എണീറ്റു. അപ്പോഴൊക്കെ നമുക്കിവിടെ അടിവയറ്റിൽ ഡെലിവറി ടൈമിൽ വേദനയില്ല കേട്ടോ, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ നടന്നു പോയി, യൂറിൻ പാസ് ചെയ്തു. അപ്പോൾ അങ്ങനെ 5 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ 3-ാമത്തെ ദിവസമൊക്കെ തന്നെ നടക്കും കേട്ടോ, തന്നെ നടക്കും. ഒരു ചെറുതായിട്ട് അവിടെ 3-4 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പിടിക്കാനായിട്ട് വേണം. അങ്ങനെ നടന്നു, കുഴപ്പമില്ല. ഇപ്പോൾ ഈ 57-58 ദിവസമായി, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറെ ഞാൻ തന്നെ ബെഡിൽ നിന്ന് എണീക്കാനായിട്ട് ഒരു 8-10 ദിവസം അടുത്ത് വേണ്ടി വന്നു കേട്ടോ. അപ്പോഴൊക്കെ ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എണീക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ ഞാനിനി ബെഡിൽ നിന്ന് ഇങ്ങനെ തന്നെയാണോ ലൈഫ് ലോങ് എണീക്കുക. അതുപോലെ നമുക്കൊന്ന് കാലിലൊക്കെ നല്ല നീരുണ്ടായിരുന്നു. ഒരു 5-6 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് വീട്ടിൽ വന്നതിന് ശേഷം നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അല്ല കേട്ടോ. അപ്പോൾ സിസേറിയൻ ഇപ്പോൾ ഡെലിവറിക്ക് സ്റ്റാർട്ട് ചെയ്ത് തയ്യാറായി നിൽക്കണവരാ ഒക്കെ ഉണ്ടെങ്കിൽ വിചാരിക്കുക, അല്ല പെട്ടെന്ന് കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലല്ല, നമ്മൾ നോർമലാവും. നമ്മളൊരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോർമലാവും. ചെറിയൊരു വേദന അടിവയറിൻ്റെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും നമ്മൾ നോർമലാവും. 28 കെട്ടിൻ്റെ ആ ടൈമിൻ്റെ അപ്പോഴത്തേക്കും നമ്മൾ ചമ്പടം പടിഞ്ഞിരിക്കും, നമ്മുടെ ലൈഫ് നോർമലാവും. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. പേടിച്ചല്ല, സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഓക്കെ ആവില്ല എന്ന് ചോദിക്കുന്നു. അല്ല, ഓക്കെ ആവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ എൻ്റെ മറവിയിലേക്ക് ഇങ്ങനെ പോവുക. ഇനിയും കാലം കഴിയും. ഇതിൻ്റെ ഇടയിലും കുറേ ഉണ്ടാകുന്നു തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ ഇഞ്ചക്ഷൻ്റെ കാര്യം ഭയങ്കര പെയിനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി വീണ്ടും എണീറ്റു. അപ്പോൾ ഇതിൻ്റെ മറവിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വീണ്ടും എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ ഓർത്തിരിക്കാമല്ലോ അല്ല, എന്തെങ്കിലും ഞാനിത് കാണുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ, ബൈ.